പ്രൈസ് ദി ലോർഡ്. നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നവരാണ് നമുക്ക് ചുറ്റിലും അധികം. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെയും കരുതലിനെയും ശക്തിയെയും തിരിച്ചറിഞ്ഞ ഒരു ദൈവവേദൽ ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ മുന്നിൽ തളർന്നു പോകുവാൻ ഇടയാകില്ല. നിലമുഴുതുകൊണ്ടിരുന്ന ഏലീശയുടെ മേൽ ഒരിക്കൽ ഏലിയാവിന്റെ അഭിഷേകത്തിന്റെ പുതപ്പ് വീഴുവാനിടയായി. അന്നു മുതൽ ഏലിയാവിന്റെ പുറകെ ഏലിയാവ് ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ടുകൊണ്ട് ഒരു ദാസനെ പോലെ ഏലീശ ഏലിയാവിനെ പിന്തുടർന്നു. ഇനിയുള്ള നാൾ ഏലിയാവിനെ പോലെയല്ല, ഏലിയാവിനേക്കാൾ അധികമായി ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ അനേക കാര്യങ്ങൾ ചെയ്യണമെന്ന് ഏലീശ തീരുമാനിച്ചു. അതിനായി ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു ഏലീശയുടേത്. അവസാനം ആ നാൾ വന്നു. ഏലിയാവിനെ ദൈവം ചുഴലിക്കാറ്റിൽ എടുക്കപ്പെടുന്ന ആ ദിവസം തന്റെ യജമാനനായ ഏലിയാവ് തന്നെ ആദ്യം ഏലീശയ്ക്ക് തടസ്സമായി. ഏലിയാവ് പറയുന്നു, എന്നെ ദൈവം ബെഥലിലേക്ക് അയച്ചിരിക്കുന്നു, നീ ഗിൽഗാലിൽ താമസിക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ട ഏലീശ, യഹോവയാണ്, എന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. പല പ്രാവശ്യം ഏലിയാവ് ഏലീശയെ പല സ്ഥലങ്ങളിലാക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അവിടെയെല്ലാം ഏലീശ ഏലിയാവിനെ പിന്തുടരുവാൻ ഇടയായിത്തീർന്നു. മാത്രമല്ല, പ്രവാചക ശിഷ്യന്മാരും ഏലീശയെ നിരുത്സാഹപ്പെടുത്തുവാൻ പലതവണ ശ്രമിച്ചു. എന്നാൽ അവിടെയെല്ലാം ഏലീശ പിന്മാറുവാൻ കൂട്ടാക്കിയില്ല. ഏലിയാവിനെ പിന്തുടർന്ന ഏലീശയ്ക്ക് ഏലിയാവിന്മേലിരുന്ന അഭിഷേകത്തിന് ഇരട്ടി പങ്ക് ലഭിച്ചു എന്ന് 2 രാജാക്കന്മാർ 2:15 നമുക്ക് കാണാൻ സാധിക്കും. അനേക തടസ്സങ്ങൾ തൻ്റെ മുന്നിൽ വന്നിട്ടും പതറാതെ തൻ്റെ ലക്ഷ്യത്തെ പൂർത്തീകരിച്ച ഏലീശയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്കൊരു ജീവിത ലക്ഷ്യമുണ്ടെങ്കിൽ അതിനെതിരെയുള്ള തടസ്സങ്ങളെ കണ്ട് തളർന്നിരിക്കുവാനല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ മുന്നേറുവാൻ ഇടയായി തീരട്ടെ. യെശയ്യാവ് 40:31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.